തെരുവ് നായ ശല്യത്തിനെതിരെ പ്രതിഷേധവുമായി ആലുവ ജനസേവ. തെരുവ് നായ വിമുക്ത കേരളം എന്ന ആപ്തവാക്യങ്ങൾ ആഹ്വാനം ചെയ്തുകൊണ്ട് ആലുവ മുനിസിപ്പാലിറ്റിക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധ യോഗം പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു. ആലുവയിൽ ഇന്നലെ 13 പേരെ തെരുവുനായ കടിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ആലുവ മുനിസിപ്പാലിറ്റിക്ക് മുൻപിൽ നടത്തിയ സംഘടനാ ഭാരവാഹികളുടെ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജനസേവ തെരുവുനായ വിമുക്ത കേരളം എന്ന സംഘടന തെരുവുനായ്ക്കളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ആലുവ മുനിസിപ്പാലിറ്റിക്ക് സമർപ്പിക്കുന്ന പദ്ധതി മുനിസിപ്പാലിറ്റി ഏറ്റെടുത്ത് നടപ്പിലാക്കണമെന്ന് പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് സംസാരിച്ചു. മുനിസിപ്പാലിറ്റി തെരുവുനായ്ക്കളെ പിടിച്ച് വന്ധീകരണത്തിനു ശേഷം സംഘടനയെ ഏൽപ്പിക്കുന്നതും സംഘടന ഈ തെരുവുനായ്ക്കളെ താൽപര്യമുള്ള BPL വിഭാഗ കുടുംബങ്ങളെ ഏൽപ്പിക്കുകയും മാസം തോറും 1000 രൂപ പാരിതോഷികം നൽകുന്നതുമാണ് പദ്ധതി. ലഭ്യമാക്കുന്ന കണക്കനുസരിച്ച് രാജ്യത്ത് ഏറ്റവും കൂടുതൽ തെരുവു പട്ടികളുടെ കടിയേൽക്കുന്ന സംസ്ഥാനം കേരളമാണെന്നും ടോണി ഫെർണാണ്ടസ് പറഞ്ഞു. ജനസേവയുടെ നാമത്തിൽ 1000 രൂപ ഇത് പട്ടിയെ സംരക്ഷിക്കാൻ മുന്നോട്ട് വരുന്ന പാവങ്ങൾക്ക് കൊടുക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതൊരു വലിയ സാമ്പത്തിക നേട്ടമാണ് മുനിസിപ്പാലിറ്റിക്കും ഗവൺമെൻറ്റിനുള്ളത്. അവർ ചെയ്യേണ്ടതൊന്നേ ഉള്ളൂ, ഇതിനെ പിടിച്ച് ഇനോക്കുലേഷനും അതിൻ്റെ വേണ്ട ഇമ്മ്യൂണൈസേഷനൊക്കെ കൊടുക്കണം. പട്ടിക്ക് പേ ഉണ്ടോയെന്നറിയണം. ജോസ് മാവേലി അധ്യക്ഷനായിരുന്ന ഈ പ്രോജക്ട് മുനിസിപ്പാലിറ്റിക്ക് സമർപ്പിക്കുമെന്നും സ്വീകരിച്ചാൽ ഇതിനുവേണ്ട നടപടികൾ ഏറ്റെടുക്കുമെന്നും ജോസ് മാവേലി പറഞ്ഞു. BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമേ ഞങ്ങൾ 1000 രൂപ വെച്ച് പാരിതോഷികം നൽകുകയുള്ളൂ. അത് പ്രതിമാസം ഞങ്ങൾ കൊടുക്കുവാൻ തയ്യാറാണ്. അതിന് ഞങ്ങൾ ഇപ്പോൾ മുനിസിപ്പാലിറ്റി ചെയർമാന് ഞങ്ങൾ അതിന് നിവേദനം കൊടുക്കുകയാണ്. ആ നിവേദനം അവർ അംഗീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്നു മുതൽ അതിനുവേണ്ടിയുള്ള പൈസ കൊടുക്കുവാൻ തയ്യാറാണ് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ആലുവ നഗരത്തിൽ ഇന്നലെ 9 പേരെ കടിച്ച നായയെ പരിശീലനം നേടിയ വൈക്കം സ്വദേശികളായ അനീഷ്, സോമൻ എന്നിവർ ചേർന്ന് ഇന്നലെ വൈകിട്ട് പിടികൂടി നായയെ നഗരസഭ കൂട്ടിലടച്ചു. ന്യൂസ് ബ്യൂറോ, ആലുവ. Nakshatra Gold and Diamonds. Online delivery available all across India.